നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ചെറിയ പെരുന്നാൾ ആഘോഷം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോടെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും പെരുന്നാൾ ആഘോഷിച്ചു. സംസ്ഥാനത്ത് വിവിധ ഈദ്ഗാഹുകളിലും പള്ളികളിലും നമസ്കാരത്തിൽ ഒത്തുചേർന്ന് വിശ്വാസികൾ. യുദ്ധത്തിന് അയവില്ലാതെ പശ്ചിമേഷ്യ. നിർണായക നീക്കവുമായി ഇന്ത്യ, ഇറാൻ, ഇസ്രയേൽ ഉൾപ്പെടെ 9 രാജ്യങ്ങളുടെ വ്യോമപാത ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം. US ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ രാജ്യത്ത് പ്രീമിയം പെട്രോൾ വില കൂടി. വർധന ലിറ്ററിന് ₹2.35 വരെ. സാധാരണ പെട്രോളിന്റെ വിലയിൽ മാറ്റമില്ല. രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവ്. ഇന്ന് ഇടിഞ്ഞത് 86 പൈസ. ഓഹരി വിപണിയിൽ നേട്ടം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. സീറ്റ് നിർണയം വൈകിയില്ല എന്ന് AK ആന്റണി. നുണബോംബുകൾ കൊണ്ട് UDFനെ തകർക്കാനാകില്ലെന്ന് VD സതീശൻ. UDF ഒറ്റക്കെട്ടെന്ന് അടൂർ പ്രകാശ്. നാളെ മുതൽ പ്രചാരണത്തിൽ സജീവമാകുമെന്ന് K സുധാകരൻ. UDF സ്വതന്ത്രൻ എന്ന പരിവേഷം മറികടക്കാൻ ജനകീയ സ്വതന്ത്രൻ എന്ന് പ്രഖ്യാപിച്ച് G സുധാകരൻ. ഭാര്യ വീട്ടുജോലികൾ ചെയ്യുന്നില്ല എന്നത് ക്രൂരതയായി കാണാനാവില്ല എന്ന് സുപ്രീം കോടതി. വിവാഹം കഴിക്കുന്നത് ജോലിക്കാരിയെ അല്ല, മറിച്ച് ഒരു ജീവിത പങ്കാളിയാണെന്ന് ജസ്റ്റിസ് സന്ദീപ് മേത്ത. മാറുന്ന കാലത്തിനനുസരിച്ച് വീട്ടുജോലികളിൽ ഭർത്താവും പങ്കുചേരണമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ്. ഭാര്യ ഭക്ഷണം പാകം ചെയ്യാൻ വിസമ്മതിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് സമർപ്പിച്ച വിവാഹമോചന കേസിലാണ് കോടതി പരാമർശം. സംഘർഷ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും സമാധാനവും സന്തോഷവും അകലെയല്ല എന്ന പ്രത്യാശയോടെ ഗൾഫ് രാജ്യങ്ങളും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. 1 മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ലോകസമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളടക്കമുള്ള വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പൊതു ഇടങ്ങളിലെ ഈദ്ഗാഹുകൾ ഇത്തവണ ഇല്ലായിരുന്നു. വിശ്വാസികൾ പള്ളികളിൽ ഒത്തുചേർന്ന് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. ശാന്തിയും സമാധാനവും എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന ആഹ്വാനമാണ് നമസ്കാരത്തിനൊപ്പമുള്ള പ്രഭാഷണങ്ങളിൽ ഉയർന്നു കേട്ടത്. വെള്ളിയാഴ്ചയായതിനാൽ പെരുന്നാൾ നമസ്കാരത്തിന് പുറമെ ജുമുഅ പ്രാർത്ഥനയ്ക്കും പള്ളികളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരുമിച്ച് ചേർന്നുള്ള പെരുന്നാൾ ആഘോഷങ്ങളിലാണ് പ്രവാസികൾ. സംഘർഷ സാഹചര്യമാണെങ്കിലും UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഭരണാധികാരികളുടെ കരുതലും കൃത്യമായ മുൻകരുതൽ നിർദ്ദേശങ്ങളും ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാൻ സഹായകരമാകുന്നു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. കുവൈറ്റിലും ഇസ്ലാം മതവിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. രാജ്യത്തെ വിവിധ പള്ളികളിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. രാവിലെ 6:08 ഈദ് നമസ്കാരം. രാജ്യത്തെ എണ്ണ മേഖലയെ ലക്ഷ്യമാക്കി നിരവധി ഡ്രോണുകളും മിസൈലുകളും എത്തിയതിനെ തുടർന്ന് ഈ സമയത്ത് രാജ്യവ്യാപകമായി നിരന്തരമായി അപകട മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയിരുന്നു. ജനലക്ഷങ്ങളാണ് നമസ്കാരത്തിൽ പങ്കെടുക്കാനെത്തിയത്. മേഖലയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഈദ് നമസ്കാരം ഇത്തവണ പള്ളികളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് ജുമാ നമസ്കാരം നടക്കുന്ന പള്ളികളിൽ മാത്രമായിരുന്നു ഈദ് നമസ്കാരം. ഭൂരിഭാഗം പള്ളികൾക്ക് മുന്നിലും സുരക്ഷാ സേനയെ വിന്യസിച്ചിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയായ മസ്ജിദുൽ കബീറിലും ഭരണാധികാരികൾ പങ്കെടുക്കുന്ന മസ്ജിദ് അൽ റബീഹിലും ഇത്തവണ ഈദ് നമസ്കാരം ഉണ്ടായിരുന്നില്ല. നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ ഈദ് ആശംസകൾ കൈമാറി. പ്രവാസികൾ അടക്കമുള്ളവരെ കരുതലോടെ ചേർത്ത് നിർത്തി UAE പ്രസിഡന്റിന്റെ ഈദ് സന്ദേശം. UAE സ്വന്തം വീടെന്ന് കരുതുന്ന എല്ലാവർക്കും ഈദ് ആശംസകൾ എന്ന വാക്കുകളോടെയായിരുന്നു സന്ദേശം തുടങ്ങുന്നത്. അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാന്റെ സന്ദേശം പ്രവാസികളടക്കം രാജ്യത്ത് താമസിക്കുന്ന എല്ലാവർക്കും എത്തിയത്. വെല്ലുവിളികൾക്കിടയിലും രാജ്യം സുരക്ഷിതമാണ് എന്ന സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണ ശ്രമങ്ങളിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരെ ഈയിടെ സന്ദർശിച്ചപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു.
ശത്രുക്കൾക്ക് എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റുന്ന രാജ്യമല്ല UAE എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിച്ച് മലബാറിലെ ഇസ്ലാം മത വിശ്വാസികൾ. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിച്ച സംയുക്ത ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഈദ്ഗാഹുകളിൽ മതപണ്ഡിതർ പെരുന്നാൾ സന്ദേശവും നൽകി. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കേരളത്തിലും ഇസ്ലാമോഫോബിയ വളർന്നു വരുന്നുണ്ടെന്നും വെറുപ്പിനെ നേരിടാൻ ഇത്തരം ആഘോഷങ്ങൾ കൊണ്ട് സാധിക്കണമെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ആഘോഷത്തിന്റെ വേളയിൽ, സന്തോഷത്തിന്റെ വേളയിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ, ഇസ്ലാമോഫോബിയയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെറുപ്പുൽപാദനം ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹെയ്റ്റ് ലാബിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം നടന്നത് 1318 ഹെയ്റ്റ് സ്പീച്ചുകളാണ്. ആരാണ് നടത്തുന്നത്? തെരുവിലാരോ അല്ല നടത്തുന്നത്. നമ്മുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ വരെ ഇന്ന് ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിയുടെയും സഹജീവി സ്നേഹത്തിന്റെയും ആഘോഷമാണ് ചെറിയ പെരുന്നാളെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭക്തിയുടെയും ആഘോഷമായിട്ടാണ് ഇതിനെ അള്ളാഹു അവതരിപ്പിക്കുന്നത്. പെരുന്നാൾ ആഘോഷത്തിൻ്റെ ദിനം കൂടിയാണ്. ആ ആഘോഷം എന്നുള്ളത് സൗഹൃദത്തിൻ്റെ ആഘോഷമാണ്, സ്നേഹത്തിൻ്റെ ആഘോഷമാണ്, അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ ആഘോഷമാണ്. എല്ലാവർക്കും സുഭിക്ഷത ഈ ഒരു ദിവസം ഉറപ്പുവരുത്തുന്നു വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈദുൽ ഫിത്തർ. പുത്തൻ വസ്ത്രവും അണിഞ്ഞ് ചെറിയ പെരുന്നാൾ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമൊപ്പം ചേർന്ന് വലിയ ആഘോഷമാക്കുകയാണ് യുവാക്കൾ. വീട്ടിലെല്ലാം പോവാ, എല്ലാവരും മീറ്റ് ചെയ്യാ. പിന്നെ ഇതാണ് രസം, ഫാമിലി മീറ്റ്സിനെ കാണാൻ പോവാ, പിന്നെ ഫ്രണ്ട്സിനെ പെരുന്ന കറങ്ങുക, ഫോട്ടോ എടുക്കുക. ഒരു ഹാപ്പി ആവണ മൊമെന്റ് ആണ്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാവും, മന്തി ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ ഫാമിലിന്റെ വീട്ടിലൊക്കെ പോകും. ഇത് മുബാറക്. പാണക്കാട് തങ്ങൾമാർ പാണക്കാട് ജുമാ മസ്ജിദിലും PK കുഞ്ഞാലിക്കുട്ടി കാരത്തോട് ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് കോഴിക്കോട്. ലോകത്ത് ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുന്നുവെന്നും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നും പാളയം ഇമാം VP സുഹൈബ് മൗലവി. ലോകം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തും സമാധാനം പുലരണമെന്നും അദ്ദേഹം പറഞ്ഞു. ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. ആ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം തന്നെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ലോകത്ത് നിലക്കാത്ത വെടിയൊച്ചകൾ നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സഹോദരങ്ങളെ, സമാധാനം പുലരണം എന്ന് തന്നെയാണ് ലോകം മുഴുക്കയും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ഒരു സമാധാന കരാർ രൂപപ്പെടുത്താൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമാവട്ടെ എന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മുടെ പ്രാർത്ഥന. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിനായി 100 കണക്കിന് ആളുകളാണ് എത്തിയത്. മെറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയത്തിലുമാണ് ജില്ലയിലെ പ്രധാന ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നത്. ഈദ്ഗാഹുകളിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്ത് ഖുതുബ ശ്രവിച്ച് ആശംസകൾ കൈമാറിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത്. കലൂരിൽ നടൻ ആസിഫ് അലി ഈദ് നമസ്കാരത്തിന് എത്തിയിരുന്നു. നൂറിലധികം സീറ്റുമായി UDF തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഥാനാർത്ഥി നിർണയം വൈകിയില്ല എന്നും നുണബോംബുകൾക്ക് UDF-നെ തകർക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ UDF-ന്റെ ഏറ്റവും വേഗത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ആയി. ചില വിട്ടുവീഴ്ചകൾ ഉണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിന് 3 ദിവസമേ എടുത്തുള്ളൂ. അതാണോ ഈ താമസം എന്ന് പറയുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. എല്ലാ കാലത്തും ഒരു പാർലമെന്റ് അംഗം മത്സരിക്കണോ വേണ്ടെന്ന് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അത് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതൃത്വം ആണ് ആ തീരുമാനം പറയേണ്ടത്. ഞങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആ പറയുന്ന വന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ ഒരു പേര് പോലും ഞങ്ങൾ
തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് തീരുമാനം എടുക്കാതെ വേറൊരു പേര് വരുന്നത് ശരിയല്ല. ഒരു വൈകലും ഉണ്ടായില്ല. നിങ്ങൾ ഇനി വൈകിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. എവിടെ വൈകിയത്? കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല, ഒരു തർക്കവും. അതെന്തിനായിരുന്നു? അത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കണ്ടേ? CEC അല്ലേ തീരുമാനിക്കണത്. UDF ഒറ്റക്കെട്ടാണെന്ന് കൺവീനർ അടൂർ പ്രകാശും കൂട്ടിച്ചേർത്തു. മുന്നണി 100 സീറ്റുകളുമായി അധികാരത്തിൽ വരും. സ്ഥാനാർത്ഥിത്വത്തിൽ ചില കാലതാമസമുണ്ടായി. അത് മനഃപൂർവ്വമല്ല, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. ഞങ്ങളുടെ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കാലതാമസം ഉണ്ടായി. കണ്ണൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TO മോഹനൻ K സുധാകരനെ സന്ദർശിച്ചു. K സുധാകരൻ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് ഉറപ്പ് ലഭിച്ചതായി അദ്ദേഹം പിന്നീട് പറഞ്ഞു. ഐക്യമുന്നണി വിജയിക്കേണ്ടത് ആവശ്യമാണെന്നും വലിയ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്നെ എല്ലാ കാലവും പിന്തുണച്ച നേതാവാണ് സുധാകരനെന്നും അദ്ദേഹം പറഞ്ഞു. CPM വിമതർക്ക് UDF പിന്തുണ നൽകിയതിനെതിരെ പ്രതിഷേധം. കോൺഗ്രസ് തീരുമാനത്തിനെതിരെ തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മത്സരിക്കും. തളിപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും പയ്യന്നൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദും തിങ്കളാഴ്ച നോമിനേഷൻ നൽകും. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. തളിപ്പറമ്പ് സ്ഥാനാർത്ഥി TK ഗോവിന്ദനും K സുധാകരനെ കണ്ടിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു. പുലർച്ചെയുണ്ടായ US-ഇസ്രയേൽ ആക്രമണത്തിലാണ് നൈനി കൊല്ലപ്പെട്ടത്. US-നും ഇസ്രയേലിനുമെതിരെയുള്ള നൈനിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ വന്ന മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് നൈനി കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തുവരുന്നത്. ഒരാഴ്ചയ്ക്കിടെ ഇറാന് നഷ്ടമാകുന്ന 4ാമത്തെ ഉദ്യോഗസ്ഥനാണ് നൈനി. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരും. ജനങ്ങൾക്ക് 3 ദിവസത്തേക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിലെ സംഘർഷ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെയും സംഭവങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത 109 പേരെ അബുദാബിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും അഭ്യൂഹങ്ങൾ പരത്തുകയും ചെയ്തതിനാണ് വിവിധ രാജ്യക്കാരായ ഇവർ അറസ്റ്റിലായത്. ഇത്തരം നീക്കങ്ങൾ പൊതുജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ തേടാവൂ എന്നും അധികൃതർ വ്യക്തമാക്കി. പിടിയിലായവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് നിർണായക നീക്കവുമായി DGCA. ഇറാൻ, ഇസ്രയേൽ ഉൾപ്പെടെ 9 രാജ്യങ്ങളുടെ വ്യോമപാത ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. നിയന്ത്രണം യാത്രാ സമയവും ടിക്കറ്റ് നിരക്കും വർദ്ധിക്കാൻ കാരണമായേക്കാം. ഈ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഇന്ത്യയിലും പെട്രോൾ വില വർദ്ധിപ്പിച്ചു. പ്രീമിയം പെട്രോളിന് 2 രൂപ 35 പൈസ വരെയാണ് എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില ഇന്നു മുതൽ നിലവിൽ വരും. BPCLന്റെ സ്പീഡ്, HPCLന്റെ പവർ പെട്രോൾ, ഇന്ത്യൻ ഓയിലിന്റെ XP95 എന്നീ ബ്രാൻഡുകൾ ഉള്ള പെട്രോളുകൾക്കാണ് വില വർദ്ധിക്കുക. പ്രീമിയം പെട്രോളിന് വില വർദ്ധിപ്പിച്ചതോടെ ഉയർന്ന ശേഷിയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് അധിക ബാധ്യതയുണ്ടാക്കും. അതേസമയം സാധാരണ പെട്രോളിന് വില വർധനയില്ല. സംഘർഷത്തിന് ശേഷം രാജ്യാന്തര എണ്ണ വില ബാരലിന് $100 മുകളിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കനത്ത ഇടിവിന് ഓഹരി വിപണി തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഇന്ന് ഓഹരി വിപണി നേട്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് 977 പോയിന്റ് ഉയർന്ന് 75,184 എന്ന നിലയിലും നിഫ്റ്റി 302 പോയിന്റ് ഉയർന്ന് 23,303 വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് ഒരു ഘട്ടത്തിൽ 800 പോയിന്റ് ഉയർന്നു. അതിനിടെ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. 86 പൈസയാണ് ഇന്ന് ഇടിഞ്ഞത്. കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മിന അൽ അഹമ്മദി റിഫൈനറി ലക്ഷ്യമാക്കി ഇന്ന് പുലർച്ചെ മുതൽ ഡ്രോൺ ആക്രമണം നടന്നതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. ഇതേ തുടർന്ന് റിഫൈനറിയുടെ ചില യൂണിറ്റുകളിൽ തീപിടുത്തവും ഉണ്ടായതായും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിരവധി യൂണിറ്റുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്.
തുടർച്ചയായി ഇത് രണ്ടാം തവണയാണ് ആക്രമണം നടക്കുന്നത്. ഇന്നലെയും ഇവിടം ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടക്കുകയും തീപിടുത്തം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈദ് നമസ്കാര സമയം മുതലാണ് ഇന്ന് ആക്രമണം തുടങ്ങിയത്. മറ്റു വാർത്തകൾ നോക്കാം. വിവാഹം കഴിക്കുന്നത് ജോലിക്കാരിയെ അല്ലെന്നും ഭാര്യ വീട്ടുജോലി ചെയ്യാതിരിക്കുന്നത് ക്രൂരതയല്ല എന്നും സുപ്രീം കോടതി. ഭക്ഷണം പാകം ചെയ്യാൻ ഭാര്യ വിസമ്മതിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് സമർപ്പിച്ച വിവാഹമോചന കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ഭാര്യ വീട്ടുജോലി ചെയ്യുന്നില്ല എന്നത് ക്രൂരതയായി കാണാനാകില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി. വിവാഹം കഴിക്കുന്നത് ഒരു ജോലിക്കാരിയല്ല, മറിച്ച് ജീവിത പങ്കാളിയാണെന്നും ജസ്റ്റിസ് സന്ദീപ് മേത്ത അഭിപ്രായപ്പെട്ടു. ഭാര്യ ഭക്ഷണം പാകം ചെയ്യാൻ വിസമ്മതിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് സമർപ്പിച്ച വിവാഹമോചന കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. മാറുന്ന കാലത്തിനനുസരിച്ച് പാചകം, അലക്ക് തുടങ്ങിയ വീട്ടുജോലികളിൽ ഭർത്താവും പങ്കുചേരണമെന്ന് ജസ്റ്റിസ് വിക്രംനാഥും ഓർമ്മിപ്പിച്ചു. ഭാര്യ ഭക്ഷണം പാകം ചെയ്യാൻ വിസമ്മതിച്ചു, കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന് തന്നെ ക്ഷണിച്ചില്ലെന്നുമായിരുന്നു ഭർത്താവിന്റെ പരാതി. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഭാര്യയുടെ മനോഭാവം മാറിയെന്നും തന്നെയും മാതാപിതാക്കളെയും അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നും ഭർത്താവ് ആരോപിക്കുന്നു. എന്നാൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സമ്മതത്തോടെയാണ് പ്രസവത്തിനായി സ്വന്തം വീട്ടിലേക്ക് പോയതെന്നും എന്നാൽ അവർ ചടങ്ങിൽ പങ്കെടുക്കാതെ പണവും സ്വർണവും ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചുവെന്നും ഭാര്യ വാദിച്ചു. കേസിൽ കുടുംബ കോടതി നേരത്തെ വിവാഹമോചനം അനുവദിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതി ഈ ഉത്തരവ് റദ്ദാക്കിയിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ ഭർത്താവ് സമർപ്പിച്ച അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. UDF സ്വതന്ത്രൻ എന്ന പരിവേഷം മറികടക്കാൻ ജനകീയ സ്വതന്ത്രൻ എന്ന് പ്രഖ്യാപിച്ച G. സുധാകരൻ തന്നെ ആരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ല എന്നും താൻ സ്വയം ഒഴിഞ്ഞുപോയതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുമായി തനിക്കുള്ള ബന്ധത്തിന്റെ തെളിവ് റിസൾട്ട് വരുമ്പോൾ കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം വിഫലമാകുമെന്നും പറഞ്ഞ സുധാകരൻ മന്ത്രി P. പ്രസാദിനെതിരെ ചേർത്തലയിൽ പ്രചരണം നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G. സുധാകരന് UDF പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് താൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് സുധാകരൻ സ്വയം പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് പിന്തുണ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞ സുധാകരൻ പ്രവർത്തകർ തനിക്കായി നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നും പറഞ്ഞു. ഇന്നലെ രാത്രി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം G. സുധാകരനെ വീട്ടിലെത്തി കണ്ട് പിന്തുണ അറിയിച്ചിരുന്നു. തന്നെ പാർലമെന്ററി വ്യാമോഹത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നവർ തുടർച്ചയായി 6ാം തവണയാണ് മത്സരിക്കുന്നതെന്ന് AM ആരിഫിന്റെ പേരെടുത്ത് പറഞ്ഞ് സുധാകരൻ വിമർശിച്ചു. 6ാമത്തെ തവണ തുടർച്ചയായി മത്സരിക്കുന്ന ആരിഫ് പാർലമെന്റ് വ്യാമോഹമില്ല. 3 തവണ അസംബ്ലി ജയിച്ചു, പാർലമെന്റ് ജയിച്ചു, 4 1 തോറ്റു. അതിപ്പോ വീണ്ടും മത്സരിക്കും. ആലുവായി പോയി മത്സരിക്കുക. മനസ്സിലായില്ലേ? CPM-ൽ നിന്ന് പുറത്തുപോയ തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ച മന്ത്രി P. പ്രസാദിനെതിരെ ചേർത്തലയിൽ പോയി പ്രസംഗിക്കും. പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ വാക്കുകേട്ടാണ് പ്രസാദ് തന്നെ വിമർശിച്ചത്. P. പ്രസാദിനെ തോൽപ്പിക്കാനായി പ്രവർത്തിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. അതേസമയം പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നാലെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ സുധാകരൻ നിലപാട് തിരുത്തിയിരുന്നു. ഇക്കുറി 3ാം ഭരണമെന്ന സ്വപ്നം വിഫലമാകുമെന്ന് സുധാകരൻ പറഞ്ഞു. സുധാകരൻ കൂടി രംഗത്തിറങ്ങിയതോടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇക്കുറി രാഷ്ട്രീയ പോരാട്ടം കനക്കുമെന്നുറപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി. വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണവും. എന്നാൽ തന്റെ തുടർ നീക്കങ്ങളെക്കുറിച്ച് എൽദോസ് വ്യക്തമാക്കിയിട്ടുമില്ല. അതേസമയം മണ്ഡലത്തിൽ ശക്തമായ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടം വരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു എൽദോസ് കുന്നപ്പള്ളി. MLA-മാർക്ക് സീറ്റ് നൽകുമ്പോൾ താനും പരിഗണിക്കപ്പെടുമെന്നായിരുന്നു എൽദോസ് കരുതിയിരുന്നത്. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങാൻ വൈകിയതോടെ എൽദോസിനായി അനുകൂലികൾ മണ്ഡലത്തിൽ പ്രകടനങ്ങളും നടത്തി. എന്നാൽ നറുക്കുവീണത് മനോജ് മൂത്തേടനായിരുന്നു. ഇതോടെ വൈകാരിക പ്രതികരണവുമായി എൽദോസ് രംഗത്ത് വന്നു. ഇന്ന് രാവിലെ മുതൽ സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ ഒട്ടും സമയം കളയാതെ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. പെരുമ്പാവൂരിൽ അനുകൂലമായ സാഹചര്യമാണെന്നും എൽദോസ് കുന്നപ്പള്ളി തന്റെ സുഹൃത്താണെന്നും അദ്ദേഹം പ്രതികരിച്ചു. എൽദോസിന്റെ നേതൃത്വത്തിലായിരിക്കും ഞങ്ങൾ ഇലക്ഷൻ പ്രവർത്തനമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ തമ്മിൽ സഹോദര തുല്യമായിട്ടുള്ള ആത്മബന്ധമുള്ള ആളുകളാണ്. MLA എന്നുള്ള നിലയിൽ 10 വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ പരിപൂർണമായി പിന്തുണ നൽകിയിട്ടുള്ള ഒരു ജനപ്രതിയാണ്. എനിക്ക് അതുപോലെ തന്നെ പരിപൂർണ്ണ പിന്തുണ നൽകിയ ഒരു MLA കൂടിയാണ്. വലിയ ആത്മവിശ്വാസമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ പെരുമ്പാവൂരിൽ UDF-ന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. എല്ലാവരും വലിയ സ്വീകാര്യതയോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥി നോക്കിക്കാണുന്നത്. എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രമായി മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. വിഷയത്തിൽ പ്രതികരണം നടത്താനോ മാധ്യമങ്ങളെ കാണാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല.
എൽദോസിനെ തൃപ്തിപ്പെടുത്താൻ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. ത്രികോണപ്പോരിൽ തൃശൂർ നിയോജക മണ്ഡലം. പത്മജ വേണുഗോപാലും മുൻ മേയർ രാജൻ പല്ലനും സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഫലം പ്രവചനാതീതമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം ആവർത്തിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് LDFും ഉറച്ച് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തു തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. മാറ്റത്തിന് വോട്ട് തേടി പത്മജ വേണുഗോപാലും ഭരണത്തുടർച്ചയ്ക്ക് LDFും അട്ടിമറി വിജയം നേടാൻ UDFും കളത്തിലിറങ്ങിയതോടെ തൃശൂരിലെ ഫലം പ്രവചനാതീതമാവുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയമാണ് BJPയുടെ കൈമുതൽ. 55,557 വോട്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ BJP കരസ്ഥമാക്കിയത്. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതും തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. ആ ആത്മവിശ്വാസത്തിലാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പത്മജയിലൂടെ നേരിടുന്നത്. P. ബാലചന്ദ്രന്റെ പിൻഗാമിയായി ആലങ്കോട് ലീലാകൃഷ്ണൻ എത്തുമ്പോൾ ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIക്കുള്ളിലുണ്ടായ കല്ലുകടി വോട്ടിനെ സ്വാധീനിക്കുമെന്ന ആശങ്ക LDF ക്യാമ്പിലുണ്ട്. പല പേരുകൾ പറഞ്ഞെങ്കിലും അവസാനം മുൻ മേയർ രാജൻ പല്ലനാണ് കോൺഗ്രസിൽ നറുക്കുവീണത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായ തൃശൂരിലെ കോൺഗ്രസിൽ രാജൻ പല്ലന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കങ്ങളുണ്ടായിരുന്നു. ഗ്രൂപ്പ് സമവാക്യം മറികടന്നുകൊണ്ടുള്ള വോട്ടിംഗ് തൃശൂരിൽ സാധ്യമാകുമോ എന്ന ആശങ്ക UDFിലുണ്ട്. പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ശുഭപ്രതീക്ഷയാണ് മൂന്ന് മുന്നണികളും കാഴ്ചവെക്കുന്നത്. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. ചരിത്രത്തിൽ ആദ്യമായി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകാൻ ഇന്ത്യ. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കുക ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം സമുച്ചയത്തിലാണ്. അംഗീകാരം ഇന്ത്യൻ അത്ലറ്റിക്സ് വളർന്നു വരുന്നതിന്റെ സൂചനയാണ് എന്ന് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു. ഇതോടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.